നീറ്റ് 2025ന്റെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ പ്രോസ്പെക്ടസ് എംസിസിയുടെ ഭാഗത്തുനിന്ന് മെഡിക്കൽ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് എങ്ങനെയാണ് ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് അലോട്ട്മെന്റിന്റെ വിശദ വിവരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇൻ ഷോർട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. എംസിസിയുടെ സൈറ്റിൽ ഇന്നലെ വന്നിട്ടുള്ള നമ്മുടെ പ്രോസ്പെക്ടസ് ആണ് നമ്മൾ കാണുന്നുണ്ടാവുക. ഈ പ്രോസ്പെക്ടസിന് മൊത്തത്തിൽ 58 പേജുകളാണ്, കവർ പേജുകളടക്കം 58 പേജുകളാണുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് MBBS, BDS അതുപോലെ തന്നെ BSc നഴ്സിംഗ്, ഈ പറയുന്ന 3 കോഴ്സുകളുടെയും അലോട്ട്മെന്റ് ഒരേ രീതിയിലാണ് നടക്കുക എന്നുള്ള രൂപത്തിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അതിന്റെ വ്യവസ്ഥകളും ബാക്കി കാര്യങ്ങളും എല്ലാ സാധനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും കീ പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഡോക്യുമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റിന്റെയും പേരന്റിന്റെയും ഗൈഡ് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ മൊത്തം സമ്മറിയാണ് ഉണ്ടാവുക. ഒരു 3-4 പേജിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു മലയാളം വെർഷൻ നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും അറിയേണ്ട ഒരു പ്രത്യേക മലയാളം വെർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ട് കാര്യങ്ങളും, ഒന്ന് നമ്മളുടെ ഈ ഓൾ ഇന്ത്യ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് അത് എന്തായാലും വായിച്ച് മനസ്സിലാക്കുക. അത് കഴിയാത്ത ആളുകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന്റെ ഒരു മലയാളം വെർഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കമന്റിൽ തന്നെ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കയറി ഈ സാധനം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കോ, അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് കോൺ അലോട്ട്മെന്റ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കാണാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് പറയാം. സോ ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ പടികൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഓരോരോ സാധനങ്ങളാക്കിയിട്ട് വരാൻ വേണ്ടി പറ്റും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആദ്യത്തെ പടിയായിട്ട് ഏറ്റവും ആദ്യം നടക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവുക. ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് പല തരത്തിലുള്ള റൗണ്ടുകളുണ്ട്. റൗണ്ട് 1, അതുപോലെ റൗണ്ട് 2, അതുപോലെ റൗണ്ട് 3, അതുപോലെ തന്നെ സ്ട്രേ വേക്കൻസി എന്നുള്ള 4 റൗണ്ടുകളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. എല്ലാ റൗണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ രജിസ്ട്രേഷൻ തന്നെ മതിയാവും. പല പല വട്ടം നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി. ആൻഡ് മൾട്ടിപ്പിൾ തവണ രജിസ്റ്റർ ചെയ്യുന്നാൽ നമുക്ക് അയോഗ്യത കൽപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ ഒരു പ്രാവശ്യം മാത്രം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നീറ്റിന് NTA അപേക്ഷയിൽ ഉള്ളതുപോലെ തന്നെ 12th സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരിക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം കുട്ടിയുടെ പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, വീട്ടുപേര്, അഡ്രസ്സ് മുതലായ കാര്യങ്ങൾ അതിന്റെ കുത്തും കോമയും സ്പേസും ഒക്കെ അടക്കം കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അപ്പൊ അതിൽ പിന്നീട് മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ രജിസ്ട്രേഷൻ സമയത്ത് ഈ സാധനം കൃത്യമായിട്ട് ആലോചിക്കണം എന്നുള്ളതാണ്. ഇനി 2 തരത്തിലുള്ള ഫീസ്, അതായത് നമ്മൾ ഈ രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് ഫീസ് അവർ മേടിക്കുന്നുണ്ടാവുക. ഒരു ചെറിയ പോർഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരാത്ത പോലെയാണ്. എന്ന് പറഞ്ഞാൽ ജനറൽ വിഭാഗം, മറ്റ് EWS വിഭാഗം, അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറികൾക്കും ജനറൽ വിഭാഗത്തിനും 1000 രൂപ നോൺ റീഫണ്ടബിൾ ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ OBC, ST വിഭാഗങ്ങൾക്ക് 500 രൂപയാണ് നോൺ റീഫണ്ടബിൾ ആയിട്ട് കണക്ക് കൂട്ടുന്നുണ്ടാവുക. ഡീംഡ് കോളേജിലേക്ക് 5000 രൂപയാണ് നോൺ റീഫണ്ടബിൾ ആയിട്ട് കണക്ക് കൂട്ടുന്ന എമൗണ്ട് ഉണ്ടാവുക. ടോട്ടൽ ഫീസ് ഇതല്ല. ടോട്ടൽ ഫീസ് അടയ്ക്കുന്നതിനകത്ത് നിന്ന് ടോട്ടൽ ഫീസ് അടയ്ക്കേണ്ടത് റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അതർ വിഭാഗങ്ങൾക്ക് ജനറൽ വിഭാഗത്തിനും EWSനും 10,000 രൂപയും, SC ST OBCക്ക് 5000 രൂപയും, അതുപോലെ തന്നെ ഡീംഡിന് 2 ലക്ഷം രൂപയും നമുക്ക് എന്തുണ്ട് ഫീസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഫീസ് എങ്ങനെയാ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ടോട്ടൽ ഫീസ് നമുക്ക് പറയുകയാണെങ്കിൽ ടോട്ടൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ടാവുക ജനറൽ വിഭാഗത്തിന് നമുക്ക്, അല്ലെങ്കിൽ EWS വിഭാഗത്തിന്, ഈ 2 വിഭാഗത്തിനും ടോട്ടൽ ഫീസ് വരുന്നത് 11,000 രൂപയായിരിക്കും. 11,000 രൂപയ്ക്കകത്ത് ആദ്യത്തെ 1000 രൂപ നോൺ റീഫണ്ടബിൾ ആണ്, നമുക്ക് തിരിച്ചു ലഭിക്കില്ല. പക്ഷെ നമുക്ക് 10,000 രൂപ നമുക്ക് എന്ത് ചെയ്യും, അലോട്ട്മെന്റ് നടപടികളിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി OBC വിഭാഗം, SC വിഭാഗം, അതുപോലെ ST വിഭാഗം ആളുകൾക്ക് ടോട്ടൽ ഫീസ് വരുന്നത് 5,500 രൂപ നമ്മൾ അടയ്ക്കണം. അതിൽ 500 രൂപ നോൺ റീഫണ്ടബിൾ അല്ല, 5,000 രൂപ റീഫണ്ടബിൾ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഹയർ ആയിട്ടുള്ള ഫീസ് കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസിംഗിൽ പോകുന്ന ഡീംഡ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്ക് 2,05,000 ആണ് നമ്മുടെ ടോട്ടൽ ഫീസ് വരുന്നുണ്ടാവുക. അതിനകത്ത് 5,000 റുപ്പീസ്, 5,000 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ബട്ട് 2,00,000 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, റീഫണ്ടബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ടാവും. 2,00,000 റുപ്പീസ് നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടുന്ന രൂപത്തിലേക്കായിരിക്കും സാധനങ്ങൾ വെക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാന്നുള്ളത്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അപേക്ഷിക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അയക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൗൺസിലിംഗിന് പ്രധാനമായിട്ട് 4 റൗണ്ടുകളാണുള്ളത്.
റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് ഫൈനൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. ഓരോ റൗണ്ടിലും നിയമങ്ങൾ വ്യത്യാസമുണ്ട്. മുന്നോട്ട് പോകുന്തോറും നിയമങ്ങൾ കൂടുതൽ കർശനമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവും. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് റൗണ്ട് 1 ആണ്. ഇതിന്റെ വളരെ വിശദമായിട്ടുള്ള നമ്മളുടെ ഒരു അലോട്ട്മെന്റിന്റെ സ്കീം, നമ്മളുടെ ഈ അലോട്ട്മെന്റിന്റെ പ്രോസ്പെക്ടസിന്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 6ാമത്തെ പേജിലായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 7ാമത്തെ പേജ്, 8ാമത്തെ പേജ്, യു ക്യാൻ സീ ദാറ്റ് 8ാമത്തെ പേജിലായിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ ഒരു പടം വരച്ചിട്ട് തന്നെ അലോട്ട്മെന്റിന്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ സാധനങ്ങളും എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം 1ാമത്തെ റൗണ്ടിലേക്ക് mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ആൻഡ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്നുള്ളത് രണ്ടായിട്ടാണ് ഇത്തവണ നമ്മൾ കണക്ക് കൂട്ടുന്നത്, നേരത്തെ കണ്ട പോലെ തന്നെ. ആൻഡ് സബ്മിഷൻ ഓഫ് ചോയ്സുകൾ, നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുക, മോഡിഫൈ ലോക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് റൗണ്ടിന്റെ സീറ്റ് അലോട്ട്മെന്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡോക്യുമെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റൗണ്ട് 1നെ നമ്മളൊരു ഫ്രീ എക്സിറ്റ് റൗണ്ട് ആയിട്ടാണ് നമ്മൾ കാണുന്നുണ്ടാവുക. ഏറ്റവും അയവുള്ള റൗണ്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് മറ്റു സാധനങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു റൗണ്ടിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ നമുക്ക് സീറ്റ് ലഭിച്ച 2 വഴികളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. 1ാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ കിട്ടിയ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വില്ലിംഗ്നെസ് ടു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡേഷൻ വില്ലിംഗ് ആണ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. കിട്ടുന്ന കോളേജിൽ ഇപ്പോൾ ഡൽഹി എയിംസ് ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടുന്ന, കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജ് ആണെങ്കിൽ അവിടെ വില്ലിംഗ്നെസ് കൊടുക്കാതിരുന്നാലും ഓക്കെ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റൗണ്ട് 2ൽ പുതിയ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് തന്നെ നിലനിൽക്കുന്നുണ്ടാവും. നമ്മൾ അപ്ഗ്രേഡേഷൻ കൊടുത്തു, റൗണ്ട് 2ൽ പുതിയ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ സീറ്റ് നിലനിൽക്കുന്നുണ്ടാവും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. കിട്ടിയ സീറ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ അങ്ങോട്ട് പോവുകയോ അവിടെ വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല. കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടില്ല. റൗണ്ട് 2ൽ കുട്ടിക്ക് പങ്കെടുക്കാനും വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ റൗണ്ട് 1. റൗണ്ട് 1 എന്ന് പറയുന്നത് ഫ്രീ എക്സിറ്റ് റൗണ്ട് ആണ്. ഏറ്റവും അയവുള്ള റൗണ്ട് ആയിട്ടാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നുണ്ടാവുക. ഇനി റൗണ്ട് 2 ആക്ച്വലി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റൗണ്ട് 2ൽ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ടാവുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ റൗണ്ടിലും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. റൗണ്ട് 1ൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് പിന്നീട് നിലനിൽക്കില്ല. മുഴുവൻ ഓപ്ഷനുകളും വാലിഡ് ആയിട്ട്, നള്ളിഫൈഡ് ആയിട്ട് മാത്രം പോകുന്നുള്ള പറയാ. റൗണ്ട് 1ൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് റൗണ്ട് 2ലേക്ക് വീണ്ടും ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ റൗണ്ട് 2ലേക്ക് കുട്ടികൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവിടെ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ കിട്ടിയ സീറ്റിൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റുകളിൽ നിന്ന് ആ സീറ്റ് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദർ ഇസ് നോ റിസൈൻ. നമ്മൾ ഭയങ്കര നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സീറ്റ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് 2ൽ. ഇനി റൗണ്ട് 2ൽ നമ്മൾ കിട്ടിയ സീറ്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ നോട്ട് ജോയിനിങ്, ഞാനത് ജോയിൻ ചെയ്യുന്നില്ല, നോട്ട് ജോയിനിങ് എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മളുടെ പൈസ, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ റൗണ്ട് 3ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുമോ? പങ്കെടുക്കാൻ വേണ്ടി പറ്റും. പങ്കെടുക്കണമെങ്കിൽ വീണ്ടും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. നമ്മൾ ആ 10,000 രൂപ, 5,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ആ ഫീസ് വീണ്ടും അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, റൗണ്ട് 3ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. റൗണ്ട് 3ലേക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കാം, പക്ഷേ സീറ്റ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി പറ്റില്ല. ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ നഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടി വരുന്നുണ്ടാവും എന്നുള്ളതാണ് പറയുക കാര്യം. ഇനി റൗണ്ട് 2ൽ അപ്ഗ്രഡേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റൗണ്ട് 1ൽ നിന്ന് റൗണ്ട് 2ലേക്ക് മാറ്റുകയാണെങ്കിൽ പഴയ സീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് റദ്ദാകും. അതായത് നമുക്ക് പഴയ സീറ്റ് പോയിട്ട് മാത്രമാണ് പുതിയ സീറ്റ് കിട്ടുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഓൾ ഇന്ത്യ റൗണ്ട് 1ൽ ഒരു സീറ്റ് കിട്ടി, എന്നിട്ട് റൗണ്ട് 2ലേക്ക് നമ്മൾ അപ്ഗ്രഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ പഴയ സീറ്റ് തനിയെ റദ്ദായി പോകും. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പഴയ സീറ്റ് ഓട്ടോമാറ്റിക്കലി റദ്ദായതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പുതിയ സീറ്റ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഒരു സീറ്റ് മാത്രമായിരിക്കും അവൈലബിൾ ആവുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഴയ സീറ്റിൽ പോയിട്ട് റിലീവിംഗ് ലെറ്റർ വാങ്ങിക്കൊണ്ടുവന്ന് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. പഴയ സീറ്റിൽ പിന്നീട് യാതൊരു അവകാശവാദവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം വ്യക്തമായിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. റൗണ്ട് 3 ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ള റൗണ്ട് 3 ആണ്. കാരണം റൗണ്ട് 3ക്ക് ശേഷം റൗണ്ട് 3ൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു മാറ്റി ചിന്തിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ റൗണ്ട് 3ലെ നിയമങ്ങൾ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ ഉണ്ടാവുക. നമ്മൾ അവർക്ക് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3ലേക്ക് പോകുമ്പോൾ അതിന്റെ നിയമങ്ങൾ ഇങ്ങനെ കടുപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. റൗണ്ട് 3ൽ സീറ്റ് ലഭിച്ചാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാതിരിക്കാം, ജോയിൻ ചെയ്യാം.
ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ്. നമുക്ക് കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് രാജിവെക്കാനോ അപ്ഗ്രേഡ് ചെയ്യാനോ സാധിക്കില്ല. ആ സീറ്റ് അന്തിമമായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഏറ്റവും അന്തിമമായിട്ടുള്ള സീറ്റ് ആയിരിക്കും ജോയിൻ ചെയ്താൽ. ഇഫ് നോട്ട് ജോയിനിങ്, ജോയിൻ ചെയ്തില്ലെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടും. പിന്നെ തുടർന്നുള്ള എല്ലാ കൗൺസിലിംഗ് റൗണ്ടുകളിൽ നിന്നും സ്ട്രേ വേക്കൻസി, സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉൾപ്പെടെ കുട്ടി പുറത്താകും. വേറെ ഒരു സ്ഥലത്തും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ടാവില്ല. ഈ റൗണ്ട് 3 ജോയിൻ ചെയ്ത കുട്ടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ട്രേ വേക്കൻസിയിൽ നിന്നും സ്റ്റേറ്റ് കൗൺസിലിംഗിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും വെച്ചാൽ കൃത്യമായിട്ട് പുറത്താകുന്നുള്ള കാര്യം വളരെ 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 വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ റൗണ്ട് 3ന്റെ സാധനങ്ങൾ നമ്മുടെ ഓൾ ഇന്ത്യയുടെ ഈ പറയുന്ന സാധനത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റൗണ്ട് 3ൽ സീറ്റ് അലോട്ടഡ് ആണ്. സീറ്റ് അലോട്ടഡ് യെസ് എന്നാണ്. സീറ്റ് അലോട്ടഡ് ആയി കിട്ടുകയാണെങ്കിൽ റിപ്പോർട്ടഡ് ടു അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കംപ്ലീറ്റ് അഡ്മിഷൻ ഫോർമാലിറ്റീസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജോയിൻ അലോട്ടഡ് സീറ്റ്, വൺസ് ജോയിൻ കനോട്ട് റിസൈൻ ചെയ്യാനും പറ്റില്ല, അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി സീറ്റ് അലോട്ടഡ് ഡസ് നോട്ട് ജോയിൻ ആണെങ്കിൽ എക്സിറ്റ് വിത്ത് ഫോർഫീച്ചർ ഓഫ് ഫീസ്, എലിമിനേഷൻ. വേറെ ഒരു റൗണ്ട് ഓഫ് അലോട്ട്മെന്റുകളിലും, അതായത് ഓൾ ഇന്ത്യ റൗണ്ടിൽ കേട്ടോ, സ്റ്റേറ്റ് റൗണ്ടിലല്ല, ഓൾ ഇന്ത്യ റൗണ്ടിൽ മറ്റൊരു തലത്തിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഓൾ ഇന്ത്യ റൗണ്ട് 3ൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്കാണ് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ റൗണ്ട് 3ൽ നമുക്ക് സീറ്റ് കിട്ടാതിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. റൗണ്ട് 3ൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് മാത്രമേ സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സ്ട്രേ വേക്കൻസിയിലും വീണ്ടും അതേ സ്ഥാനം എന്ന് പറയുന്നുണ്ട്, റൗണ്ട് 3 കഴിഞ്ഞും ഒഴിവുള്ള സീറ്റുകൾ നികത്താനുള്ള റൗണ്ടാണ്. പങ്കെടുക്കാൻ കഴിയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്, വളരെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം, ആർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയില്ല. മുൻ റൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ സീറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്തവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. റൗണ്ട് 3ൽ സീറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്തവർക്കും പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. എവിടെ? സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൗണ്ടിൽ അതായത് സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് ലഭിച്ചാൽ അതിൽ നിർബന്ധമായും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെട്ട് നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, സ്ട്രേ വേക്കൻസിനെ പറ്റിയ അപ്ഡേറ്റ്, ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡി ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ബാർ ഫോർ 1 ഇയർ, ഒരു വർഷം നീറ്റിൽ നിന്ന് ഡി ബാർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് പ്രധാനപ്പെട്ട, ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ, റൗണ്ട് 1ൽ നമുക്ക് സീറ്റ് കിട്ടി, ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രശ്നമില്ല, ദാറ്റ് ഈസ് ഫ്രീ എക്സിറ്റ് ആണ്. റൗണ്ട് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫ്രീ എക്സിറ്റ് കിട്ടും. ഇനി റൗണ്ട് 2ൽ നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഫീസ് പോവും, നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ലോസ് ആവും, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് ലോസ് ആവും. അത് ഒരു സാധനമാണ്. ഇനി റൗണ്ട് 3ൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റൗണ്ട് 3ൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സീറ്റ് കിട്ടുന്നില്ല. റൗണ്ട് 3ൽ സീറ്റ് നോ എന്നാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ആലോചിക്ക്, റൗണ്ട് 1ലോ റൗണ്ട് 2ലോ സീറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ റൗണ്ട് 3ൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ടാവുക. കഴിഞ്ഞ വർഷമൊക്കെ റൗണ്ട് 1ലോ റൗണ്ട് 2ലോ സീറ്റ് കിട്ടിയ ആളുകൾക്ക് പറ്റില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, റൗണ്ട് 3ൽ ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, സ്ട്രേ വേക്കൻസിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് പോകണം. ഇഫ് നോ, നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ നോട്ട് ജോയിനിങ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഡി ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു വർഷം നീറ്റിൽ നിന്ന് ഡി ബാർ ചെയ്യുന്നുള്ള കാര്യം ഇത്തവണത്തെ പ്രോസ്പെക്ടസിനകത്ത് ആ സാധനം പറഞ്ഞിട്ടില്ല. ഡി ബാർ ആവുന്ന കാര്യത്തിനെ പറ്റിയിട്ട് മെൻഷൻ ഇല്ല. സീറ്റ് നമുക്ക് നഷ്ടപ്പെടും, അലോട്ട്മെന്റ് നടപടികളിൽ നിന്ന് നമ്മൾ പുറത്താവുമെന്ന് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടവ, ഓപ്ഷൻ നൽകുന്നതിന് മുന്നേ കോളേജുകളിലെ ഫീസ്, ബോണ്ട്, മറ്റ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നും ചോദിച്ച് ഉറപ്പുവരുത്തുക. ഓരോ സംസ്ഥാനങ്ങളിലെയും ഫീസ് ഡിഫറെന്റ് ആണ്, ഓരോ സംസ്ഥാനങ്ങളിലെയും ബോണ്ടിങ് രീതികൾ വ്യത്യാസമാണ്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. MCCക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ള MCC പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ പ്രത്യേക ഒരു ധാരണ ഇല്ല. അതുകൊണ്ട് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ കോളേജുകൾ അനുസരിച്ചിട്ട് സീറ്റും മറ്റു കാര്യങ്ങളും ബോണ്ടൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം ഓപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ എന്നുള്ളൊരു കാര്യം അവർ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് ഏറ്റവും താല്പര്യമുള്ള, ഇത് എല്ലാവർക്കും പറയാനുള്ള കാര്യമാണ്, ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ തന്നെ ഓപ്ഷനായിട്ട് നൽകുക. നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങളാണ്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനമുണ്ട്, താല്പര്യമില്ലാത്ത ഒരു കോളേജും ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. നിർബന്ധമായിട്ട് MCC പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കിട്ടണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ നിർബന്ധമായിട്ടും വെക്കരുത്. ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറയാൻ കേട്ടോ, നമുക്കിപ്പോ ബീഹാറിലുള്ള ഒരു കോളേജ്, അവിടെ കിട്ടിയാൽ പോകാൻ താല്പര്യമില്ല, എന്നാൽ പിന്നെ അത് ഓപ്ഷൻ
ഓപ്ഷനിൽ വെക്കരുത്. ആസാമിലുള്ള ഒരു കോളേജ് കിട്ടിയാൽ പോകാൻ താല്പര്യമില്ല, എന്നാൽ പിന്നെ ഓപ്ഷനിൽ വെക്കരുത്. നമുക്ക് കിട്ടിയാൽ പോകാൻ താല്പര്യമുള്ളത് താല്പര്യത്തിന്റെ മുൻഗണനയുടെ ഓർഡറിൽ മാത്രം വെക്കുക. താല്പര്യം ഇല്ലാത്ത ഒരു സാധനം ഒരു കാരണവശാലും സീറ്റിൽ വെക്കരുത് എന്നുള്ള കാര്യം MCCന്റെ ഡോക്യുമെന്റേഷനിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓപ്ഷണൽ ലോക്ക് ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോക്ക് ചെയ്തില്ലെങ്കിലും സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആയിക്കോളും. അപ്പോൾ ലോക്ക് ചെയ്യണ സാധനങ്ങൾ, അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത ശേഷം മാറ്റങ്ങൾ സാധ്യമല്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മളിപ്പോ ഇന്ന് തന്നെ ഓപ്ഷൻ കൊടുത്ത് ഇന്ന് തന്നെ ലോക്ക് ചെയ്തു, പിന്നെ നമുക്ക് ഓപ്ഷൻസ് മാറ്റാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് അടുത്ത അലോട്ട്മെന്റിലേ നമുക്ക് ഓപ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ, ലോക്ക് ചെയ്തില്ലെങ്കിൽ അവസാനം ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിക്കോളും. അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ ഫൈനലൈസ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ലോക്കിംഗ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്, അതിന്റെ ഓർഡർ, കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തു എന്നുള്ള കാര്യം 1, 2, 3 പ്രാവശ്യം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഓപ്ഷൻസിന്റെ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോക്ക് ചെയ്തില്ലെങ്കിലും ഫൈനലി ലോക്ക് ആയിക്കോളും. പക്ഷെ വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷനുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോളേജിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തു, ഇപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു, എന്നിട്ട് മറ്റൊരു കോളേജിലേക്ക് പോകുന്ന സമയത്ത് മറ്റ് സ്ഥാപനങ്ങളിലാണ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ, അത് അവർ ഒരിക്കലും അംഗീകരിക്കില്ല. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സാധനങ്ങൾ വേണം എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റിനെ പറ്റി മറ്റൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ അന്യഭാഷാ സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്കോ ഹിന്ദിയിലേക്കോ ട്രാൻസ്ലേഷൻ ഒറിജിനൽ കൊണ്ടുപോകണം. അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസറുടെ അടുത്ത് നമ്മുടെ ജാതി പറയുന്ന, അല്ലെങ്കിൽ നേറ്റിവിറ്റി പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് മലയാളത്തിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ വായിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ അഡ്മിഷനും എല്ലാ സാധനങ്ങളും ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും സർട്ടിഫിക്കറ്റ്. നമുക്ക് ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നും അതിൻ്റെ ഒക്കെ ഒറിജിനൽസ് കയ്യിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് ഓർത്തിരിക്കുക, അലോട്ട്മെന്റ് നടക്കുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ്, OTP പോലെയുള്ള സാധനങ്ങൾ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ച പൈസയൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഫീസ് അടച്ച ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ കാർഡ്, ആ സാധനങ്ങൾ നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം. നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രം അടയ്ക്കുക. പല ആൾക്കാരും പലപ്പോഴും നമ്മളുടെ കയ്യിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ വഴിയിട്ടൊക്കെ അടയ്ക്കും. അതിന്റെ പൈസ തിരിച്ചു വരുമ്പോൾ 10,000 രൂപയും 5,000 രൂപയും 2 ലക്ഷം രൂപയൊക്കെ തിരിച്ചു വരുന്നത് അടച്ച അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അടച്ച അക്കൗണ്ടിന്റെ വാലിഡിറ്റിയും ബാക്കി കാര്യങ്ങളും നമ്മൾ ആ കാർഡൊക്കെ ആക്റ്റീവായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടത് വെക്കേണ്ടതും ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം നോക്കുക എന്നുള്ളതാണ്. ആൻഡ് ഒരു ഫൈനൽ ഓഫറിംഗ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ഡോപ്പയിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഓപ്ഷൻ ചോയ്സുകൾ സെറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോർഡിനേറ്റർമാർ, നിങ്ങളുടെ ഡോപ്പ കോർഡിനേറ്റർമാരായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ വഴിയായിട്ട് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളതാണ്. ഇനി ഡോപ്പയിൽ അല്ലാത്ത നീറ്റ് വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റിസൾട്ട്, ഭാവി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നോക്കണം. ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിപ്പീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ഒരു അറ്റംപ്റ്റ് അനാലിസിസ് ടൂൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിലെ ലിങ്ക് അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് തരാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാനും വേണ്ടി പറ്റുന്നുണ്ടാവും. ടോപ്പയിൽ ഈ പറയുന്ന അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ ഉണ്ടാവുക. കൂടുതലായിട്ടും നമ്മൾ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നോർത്ത് കേരളയിലുള്ള വിദ്യാർത്ഥികൾ കോഴിക്കോട് ഓഫീസിൽ 9645202200 എന്നുള്ള കോഴിക്കോട് ഓഫീസിൽ കണക്ട് ചെയ്യുക. ആൻഡ് സൗത്ത് കേരളയിലുള്ള കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് തൃശ്ശൂർ ഓഫീസാണ്. തൃശ്ശൂർ ഓഫീസർ 9207802200 എന്നുള്ള നമ്പറിലേക്ക് തൃശ്ശൂർ ഓഫീസിൽ നമ്മളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ സഹായിക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാനും പറ്റുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കുട്ടികളോടും ബാക്കി രക്ഷകർത്താക്കളോടാണ് പറയുന്നത്. ഏകദേശം 58 പേജുകളുള്ള ഈ ഒരു ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണ് കൗൺസിലിംഗ് നടക്കുക, കൗൺസിലിംഗിന്റെ വിവിധങ്ങളായിട്ടുള്ള റൗണ്ടുകൾ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ
അവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ട എന്താണ്, ഓരോ സാധനങ്ങൾ ഏതെല്ലാം കോളേജുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നൊക്കെ വളരെ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സമയമെടുത്ത് മുഴുവനായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ താഴേക്ക് കൊടുത്തിട്ടുള്ള മറ്റ് ഓപ്ഷനുകളും എല്ലാ സാധനങ്ങളും നിങ്ങൾ സ്ക്രോളിൽ വരുന്ന ഓപ്ഷനുകളും എല്ലാം തന്നെ നമ്മളായിട്ട് തയ്യാറാക്കിയെടുത്ത സമ്മറികളാണ്. ഈ സമ്മറികളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് നിങ്ങൾ പോകുക എന്നുള്ളതാണ്. ആൻഡ് ഞാൻ കുറച്ചു നേരം മുന്നേ കാണിച്ച മലയാളത്തിലുള്ള ഈ ഡോക്യുമെന്റ്, മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അതിന്റെ ഒരു സമ്മറി ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ സമ്മറി ഡോക്യുമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഫസ്റ്റ് കമന്റിലുള്ള ലിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ആ ലിങ്കിൽ തന്നെ നമ്മുടെ റിപ്പീറ്റേഴ്സ് അനാലിസിസ് ടൂളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബാക്കിയുള്ള ഡൗട്ടുകൾ എന്തായിരുന്നാലും അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ താഴെ കമന്റ് ബോക്സിലേക്ക് ഇടുക. അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന സമയത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടി പറ്റും. ഓപ്ഷനുകൾ എങ്ങനെ വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ലൈവുകൾ കാണുക. ആ ലൈവിനകത്ത് വളരെ വിശദമായിട്ട് തന്നെ ഓരോ റേഞ്ചിലുള്ള ആളുകളെ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സാധനം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഓർക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. സോ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ മറ്റ് ഡൗട്ടുകൾ കൃത്യമായിട്ട് ചോദിക്കുക. കേരള അലോട്ട്മെന്റ് നമ്മൾ 30-ാം തീയതി തുടങ്ങും എന്നാണ് വിചാരിക്കുന്നുണ്ടാവുക. കേരള റാങ്ക് ലിസ്റ്റ് ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്, നാളെ ഇന്ന് വൈകുന്നേരം വരാൻ സാധ്യതയുണ്ട്. 23-ാം തീയതി 24-ാം തീയതി ആകുമ്പോൾ കേരള റാങ്ക് ലിസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതോട് കൂടിയിട്ട് കേരളത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഡെന്റൽ കോളേജുകൾ ചൂസ് ചെയ്യുന്നതിന്റെ ഓർഡർ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ടാവും. സോ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.